ഇനി നമുക്ക് രേഷ്മയെ വിളിക്കാം. രേഷ്മ, രശ്മി വളരെ ട്രഡീഷണൽ കോസ്റ്റ്യൂം ഔട്ട്ഫിറ്റ് എല്ലാം കറക്റ്റ് അല്ലേ? ഇതൊക്കെ എന്താ പറയുക, ചെറിയ ക്ലേ ചട്ടികളിലും താമരയൊക്കെ വെച്ച് അലങ്കരിച്ച്. അപ്പോൾ ഇതെല്ലാം തന്നെ മാങ്ങേണ്ടിയുടെ പരിപ്പ് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന വിഭവങ്ങളാണ്. ഒന്ന് അട, ഇത് കുമ്പളപ്പാണ്. അത് ഷേപ്പ് ഒരു മാങ്ങേണ്ടിയുടെ ഷേപ്പ് ആക്കിയിട്ടുണ്ട്, ഒരു 3 എണ്ണം. ഓക്കെ, അപ്പോൾ എന്തായാലും മാങ്ങേണ്ടി വെച്ചിട്ട് പിന്നെ പണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നൊരു ഐറ്റം തന്നെയാണ് പണ്ടത്തെ ആൾക്കാർ. അത്രയും ബുദ്ധിമുട്ട്, അതായത് കുറേ പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കാം പിന്നെ അത് കൈവിട്ട് പോയത് അല്ലേ ആൾക്കാർക്ക്. എന്തായാലും ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉണ്ട്. എന്തായാലും രുചികരമായ മാങ്ങയെല്ലാം കഴിച്ചിട്ട് മാങ്ങേണ്ടി കളയുന്ന ആ ഒരു സിസ്റ്റം മാറ്റി നമ്മളതെല്ലാം സൂക്ഷിച്ചുണക്കി ഇതുപോലെയൊക്കെ വെച്ചാൽ ഇത്തരം രീതിയിൽ പൊടിയാക്കിയിട്ട് അല്ലേ പലതും ഉണ്ടാക്കാം. പായസം, പുട്ടുണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കാണാം. ഓക്കെ രശ്മി, നമ്മളൊന്ന് കാണട്ടെ. ഓക്കെ രശ്മി, എങ്ങനെയാണ് ഈ മാങ്ങേണ്ടി കൊണ്ട് ഈ വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയെന്ന് കണ്ടുനോക്കാം. നമസ്കാരം. ഇന്ന് ഞങ്ങൾക്ക് മൺമറിഞ്ഞു പോയ വിഭവങ്ങളുടെ റൗണ്ടാണ്. അപ്പോൾ പഴയ കാലത്തെ ഓർമ്മകൾ പല ആളുകളിലേക്കും എത്തുന്നുണ്ടായിരിക്കും. ഞാനിവിടെ പഴയൊരു പണ്ട് കാലത്ത് എല്ലാവരും ചെയ്യുമായിരുന്ന, പക്ഷെ ഇന്ന് ആരും മെനക്കെടാത്തൊരു കാര്യമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മാങ്ങാണ്ടി. നമ്മളെല്ലാവരും മാങ്ങ കഴിക്കുന്നവരാണ് ഇപ്പോഴും, പക്ഷെ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് അതിൻ്റെ സീഡ് നമ്മൾ കളയുകയാണ് പതിവ്. പക്ഷെ പണ്ട് എല്ലാവരും ഇതും യൂസ് ചെയ്യുമായിരുന്നു. ഇതിൻ്റെ അകത്തെ പരിപ്പ് എടുത്ത് അരച്ച് ഞാൻ കാണിക്കാം. അതിൻ്റെ അകത്തെ സീഡ് എടുക്കണം ആദ്യം. ഇങ്ങനെ ഒന്നുകിൽ ഇത് ഉണക്കി ഒന്ന് തട്ടിക്കൊടുത്താൽ മതി, അത് പൊളിഞ്ഞ് വന്നോളും. അല്ലെങ്കിൽ ഇങ്ങനെ കീറി അതിൻ്റെ പരിപ്പെടുക്കുക. എന്നിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. വെള്ളത്തിലിടുമ്പോൾ അതിൻ്റെ കട്ട് ഓരോ ദിവസവും നമ്മൾ വെള്ളം മാറ്റി കട്ട് കളയണം. അങ്ങനെ കട്ട് കളഞ്ഞ് ഈ മാങ്ങാണ്ടി നമ്മൾ അരച്ചെടുത്തിട്ട് വീണ്ടും പൂവപ്പൊടിയൊക്കെ നമ്മൾ കട്ട് കളയാൻ വെക്കുന്ന പോലെ വെള്ളം ഒഴിച്ച് വെച്ച് ഓരോ ദിവസവും വെള്ളം മാറ്റി അതിൻ്റെ തെളിയൂറ്റി അതിനെ പിന്നെ ഉണക്കിയെടുക്കാം. അല്ലെങ്കിൽ അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇപ്പം ഞാൻ അതിനെ ഇങ്ങനെ തെളിയൂറ്റാൻ വെച്ചിട്ടുണ്ട്. അതല്ലാതെ പൊടിയും ഇങ്ങനെ ഇരിക്കും. നമ്മൾ ആ മാങ്ങയുടെ സീഡ് പൊടിച്ചെടുത്താൽ ഇതുപോലെ ഇരിക്കും. ഇനി ഇതുകൊണ്ട് നമുക്ക് പല വിഭവങ്ങളും ഉണ്ടാക്കാൻ പറ്റും. പായസം വയ്ക്കാം, അടയുണ്ടാക്കാം, പുട്ടുണ്ടാക്കുന്നവരുണ്ട്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കാം. അതിൻ്റെ ഒരു അടയാണ് ഞാനിപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ കുറച്ച് ശർക്കര ഉരുക്കാനായിട്ട് വയ്ക്കുകയാണ്. ശർക്കര ഉരുകി വരുമ്പോഴത്തേനും നമുക്ക് നാളികേരം ചിരകിയെടുക്കാം. കുറച്ച് നാളികേരം നമുക്ക് കൊത്തിയൂടെ എടുക്കണം. ചിലപ്പം തീ കുറച്ച് വയ്ക്കാം. ഇതിപ്പം 2 രീതിയിൽ ഞാനിവിടെ കാണിക്കാൻ പോകുന്നുണ്ട്. ഒന്ന് നമ്മൾ കുമ്പിളപ്പൻ പോലെ വഴനയിലയിൽ വെച്ചിട്ടും, ഒന്ന് അടയായിട്ട് ഫില്ലിങ് വെച്ചിട്ടും. അപ്പം അതിൽ കുമ്പിളപ്പത്തിനുള്ളതാണ് ഞാനിപ്പോൾ കുഴയ്ക്കുന്നത്. അതിൽ കുറച്ച് മാങ്ങാണ്ടി, കുറച്ച് അരിപ്പൊടി, പിന്നെ നാളികേരം ഞാൻ ചിരകി ഇട്ടിട്ടുണ്ട്, കൊത്തിയിടുന്നുണ്ട്.
പിന്നെ വേണ്ടത് ഏലക്കാപ്പൊടി. ഇത്രയും സാധനങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് നമ്മുടെ ഈ മാങ്ങാണ്ടി കൊണ്ടുള്ള അപ്പം. അതെല്ലാവരും എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും. ഇപ്പം ഞാനിത് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ, ഓ ഇത് നമ്മുടെ വീട്ടിലൊക്കെ സുലഭമായിട്ട് പണ്ട് ഉണ്ടാക്കിയിരുന്നതാണ്. പക്ഷെ ഇന്ന് ആരും അതിനൊന്നും മെനക്കെടാറില്ലെന്ന് മാത്രം. മാങ്ങാണ്ടി ഈ മാങ്ങയുടെ സീസണിൽ നമ്മൾ ഇതെല്ലാം സൂക്ഷിച്ചു വെച്ച് ഉണക്കി ഇതുപോലെ പൊടിച്ചെടുത്ത് വെച്ചാൽ പിന്നെ നമുക്ക് ഏത് സീസണിലും ഇത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഈ കൂവപ്പൊടിയൊക്കെ പോലെ നമുക്ക് കുറേ കാലം ഇത് സൂക്ഷിച്ചു വെക്കാം. അത് ശരി. മുത്തശ്ശിയുടെ റെസിപ്പി എന്താണ് ഇപ്രാവശ്യം കൊണ്ടുവന്നത്? ഞാൻ മാങ്ങാണ്ടി കൊണ്ടുള്ള ഒരു അട ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പണ്ട് കാലത്തെ എല്ലാ വീട്ടിലും ചെയ്തിരുന്നത്, എന്നാൽ ഇന്നാരും മെനക്കെടാത്തതുമായൊരു മാങ്ങാണ്ടി ഇപ്പോഴും കിട്ടുന്ന സാധനമാണ്. പക്ഷേ ഇപ്പോഴും കിട്ടുന്നതാണ്, പക്ഷെ നമ്മളത് കളയുന്ന ഒരു സാധനമാണ്. അത് സാധാരണഗതിയിൽ മാങ്ങാണ്ടി ഉണക്കി അത് പൊളിച്ച് അതിന്റെ കട്ട് കളയണം, വെള്ളത്തിലിട്ട്. അതിനകത്തെ സാധനം എടുക്കണം. സീഡ് ഞാൻ കാണിച്ചിരുന്നു ഇവിടെ. സീഡ് എടുത്ത് പിന്നെ അത് അരച്ച് കട്ട് കളയണം. പ്രോസസ്സ് പറഞ്ഞു കൊടുത്തു. വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം വെള്ളം കളഞ്ഞ് തെളിച്ചെടുത്ത് അങ്ങനെ 3-4 ദിവസം അത് ചെയ്ത് പൗഡർ ഫോമിലാക്കി ഉണങ്ങി കിട്ടും. എന്താണ് മാങ്ങേണ്ടിയുടെ പൊടി. ഇതെങ്ങനെ ഒപ്പിച്ചു? നമ്മളെങ്ങനെ ഒപ്പിച്ചു? ഞാൻ മെനക്കെട്ടിരുന്ന് ചെയ്തു. ഇത്രയും മെനക്കെടാൻ ആർക്കും വയ്യ ഇപ്പത്തെ ലൈഫിലല്ലേ. അപ്പൊ ഇനി ഇത് വെച്ചിട്ടൊരു എന്താണ് കുമ്പിളപ്പം വയനയിൽ വെച്ച് കുമ്പിളപ്പം കാണിക്കുന്നുണ്ട്. ഇലയിൽ വെച്ചിട്ട് അട പോലെയും ചെയ്യുന്നുണ്ട്. സ്റ്റഫിങ്ങോട് കൂടിയാണോ? സ്റ്റഫിങ് അല്ലേ. അപ്പോൾ വളരെ തറവായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്, റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലെ റിസർച്ച് കപ്പാസിറ്റി കാരണം ഇന്ന് നെറ്റിൽ പോലും നമുക്കിത് കാണാൻ കിട്ടുന്നില്ല. പക്ഷെ പണ്ട് ആരോട് ചോദിച്ചാലും എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ്. ഇതിപ്പോൾ നെറ്റിൽ കിട്ടാത്ത റെസിപ്പിയാണ് നമുക്ക് വേണ്ടത്. മൺമറിഞ്ഞു പോയ ഇപ്പൊ നമുക്ക് മാങ്ങാണ്ടി എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സാധനമേ കാണാൻ കിട്ടത്തില്ല. അപ്പം മുത്തശ്ശി മാത്രം കയ്യിൽ മാത്രമുള്ള അത് ഇനിയും ഇങ്ങനെ ഇതായി പോകരുത്. പ്രിസർവ് ചെയ്യാണ് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഡോക്യുമെന്റ് ചെയ്യാണ് ഇനിയുള്ള തലമുറയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഫൈൻ. ഇത് ഏലക്കപ്പൊടിയാണ് ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത്. ഏലക്ക പൊടിച്ചു വെച്ചതാണ്. ശർക്കര നമ്മൾ പാകത്തിന് ചേർത്ത് കൊടുക്കണം. ഇനി ഞാൻ കുമ്പിളപ്പം പോലെ, പക്ഷെ ഞാൻ ഇന്നൊരു കുറച്ചൊരു ഡിഫറൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒരു മാങ്ങയുടെ ഷേപ്പിനാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഞാൻ കുറച്ച് ഡിഫറൻസ് ആയിട്ട് മാങ്ങയുടെ ഷേപ്പിനാണ് ഇന്നിവിടെ ചെയ്യുന്നത്. നമുക്ക് സാധാരണ കുമ്പിളപ്പം പോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതാകുമ്പോൾ കുറച്ചുകൂടെ ഭംഗി കിട്ടും, അത്രേ ഉള്ളൂ. പഴയ കാലത്തൊക്കെ കുമ്പിളപ്പമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി അതാവട്ടെ. അപ്പം തന്നെ നമുക്ക് വേഗം അടുത്ത ഇത് ചെയ്തെടുക്കാം. അതിന് വേണ്ടത് ഒരു പാൻ വെച്ചിട്ട് അതിൽ
ശർക്കര ഒത്തിരി കട്ടിയായിപ്പോയി. കുറച്ച് നാളികേരം വിളയിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി അടുത്തത് അടയായിട്ട് കാണിക്കുമ്പം അതിൽ കുറച്ച് ഇതേപോലെ തന്നെ മാങ്ങാണ്ടിയും കുറച്ച് അരിപ്പൊടി ചേർത്ത് കുഴച്ചെടുക്കണം. കുറച്ച് ലൂസായിട്ട് വേണം കുഴയ്ക്കാൻ. ഇതിൽ കുറച്ച് ഏലക്കപ്പൊടി വേണമെങ്കിൽ ചേർക്കണം നിർബന്ധമില്ല. നമുക്ക് അതിൽ അതിൻ്റെ ഫില്ലിങ് ചേർത്തിട്ടുണ്ട്. ഇനി ഇലയുടെ പോലെ നമ്മൾ ചെയ്യുമ്പോൾ ഇല ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക, എന്നാലേ ഇത് നല്ലോണം മടങ്ങത്തുള്ളൂ. ഇതുകൂടെ ഞാൻ ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാൻ പോവാണ്. അപ്പം എല്ലാം ഒരുമിച്ചായിക്കോളും. നമ്മുടെ മാങ്ങാണ്ടിയുടെ അട ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഈ മാങ്ങാണ്ടി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളൊരു സാധനമാണ്. വയറിനൊക്കെ വളരെ നല്ലതാണ്. ഉദര രോഗങ്ങൾക്ക് എല്ലാം പണ്ട് വളരെ ഉപയോഗിച്ചിരുന്നതാണ്. പക്ഷേ പിന്നെ അതാരും ഈ പറഞ്ഞ പോലെ ഫാസ്റ്റ് ലൈഫിൽ നമ്മളത് ഒക്കെ മറന്ന് ഇതിനൊന്നും കാരണം കുറച്ച് പ്രോസസ്സ് വേണ്ട ഒരു വിഭവമാണ് ഇത്. കുറച്ച് സമയമെടുത്ത് കുറച്ച് മെനക്കെട്ട് ചെയ്യേണ്ട ഒരു ഇതാണ്. പക്ഷേ സമയമുള്ളവർക്ക് ചെയ്തു നോക്കാൻ പറ്റിയ ഒരു വിഭവമാണ്, നല്ലതാണ്. ഇതിന് സ്വാദിനേക്കാളേറെ ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉള്ളൊരു സാധനമാണ് ഈ മാംഗോ സീഡ്. അപ്പോൾ ഇനിയെങ്കിലും ആരും ഇത് നമ്മൾ എല്ലാവരും മാങ്ങ കഴിക്കുന്നവരാണ്. മാംഗോ സീസണിൽ എത്രത്തോളം നമ്മൾ മാങ്ങ കഴിക്കുന്നുണ്ടാവും. അതിൻ്റെ എല്ലാം ഈ സീഡ് നമ്മൾ കളയുകയാണ് ചെയ്യുന്നത്. ഇനിയെങ്കിലും ആരും കളയരുത്, അത് ഇങ്ങനെ ഉപയോഗിക്കുക.
മാങ്ങാണ്ടി കൊണ്ടുള്ള കുമ്പിളപ്പവും അടയും, ഇടനയില കൊണ്ടുള്ള അപ്പവും അടയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാനിത് പാത്രത്തിലേക്ക് മാറ്റുകയാണ്, വിളമ്പാനുള്ള പാത്രത്തിലേക്ക് മാറ്റുകയാണ്. പക്ഷെ എനിക്ക് മാങ്ങേണ്ടിയുടെ പ്രോസസ്സിംഗ് ആണ് പാട് അല്ലേ? അതിനെ കട്ട് കളയണം, പിടിക്കുന്നതാണ്. കുറച്ച് ദിവസം പിടിച്ച് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ ഒരു വർഷം മുഴുവൻ ഉണ്ടാകും. ഓക്കെ ഫൈൻ, സ്റ്റാർട്ട്. എവിടെ നിന്ന്? അതിൽ ആ ചെറുതിനടിക്കുമ്പോൾ ചെറുതാണോ നല്ലത്? ഏതാ എടുക്കണ്ടേ? ചെറുതെടുക്കണ്ടേ? ശരിക്കും നമുക്ക് അതിൻ്റെ വ്യത്യാസം പോലും മനസ്സിലാവില്ല. ഇത് കുമ്പിളപ്പം ആയതുകൊണ്ട് വയണയിലയുടെ ഭയങ്കര സ്ട്രോങ് ഫ്ലേവർ അല്ലേ വയണയിലയുടെ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റാണ് കിട്ടുന്നത്. അതുകൊണ്ട് ശരിക്കും ഇതിൻ്റെ രുചി അത്ര അറിയാൻ പറ്റുന്നില്ല മാങ്ങേണ്ടിയുടെ. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇതിൽ കറക്റ്റ് കിട്ടും. ഏതാണ്? നമ്മുടെ അടയിൽ എന്താണ് പരിപാടി എന്ന് അറിയാൻ പറ്റുന്നുണ്ട്. എന്താണ് മാങ്ങേണ്ടിയുടെ ടേസ്റ്റ് എന്ന്? നല്ല ഗുഡ്. ഇതെല്ലാം ബുദ്ധിമുട്ടി ഇതെല്ലാം ചെയ്തല്ലോ. പിന്നെ എനിക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ പരിമിതികളുണ്ടായിരുന്നു. ബോംബെയിലായതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പല സാധനങ്ങളും സംഘടിപ്പിക്കാൻ പറ്റില്ല. അവിടെ ഇരുന്നു കൊണ്ട് നാടിനെ ഓർമ്മിച്ച ഒരു കാര്യമാണ്. എനിവേ താങ്ക് യു.